മദീനയുടെ വടക്ക് ഭാഗത്ത് ഉഹുദ് മലയുടെ ചുവട്ടിൽ കാറ്റ് തഴുകുന്ന ആ മണ്ണിൽ ഒരു പുണ്യസ്ഥലം നിലകൊള്ളുന്നുണ്ട്. മസ്ജിദുൽ സയ്യിദ് അഷ്ഹുദ. ഇതൊരു സാധാരണ മസ്ജിദല്ല, ഇതൊരു ഓർമ്മയാണ്. വിശ്വാസത്തിനായി ജീവൻ അർപ്പിച്ച ശുഹദാക്കളുടെ രക്തം നനഞ്ഞ മണ്ണ്. അന്നൊരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച മുസ്ലിം സേനയും മക്കയിലെ ഖുറൈശ് സേനയും തമ്മിൽ ഉഹുദ് മലയുടെ അരികിൽ ഏറ്റുമുട്ടി. ആ യുദ്ധം പിന്നീട് അറിയപ്പെട്ടു ഉഹുദ് യുദ്ധം. അന്നാൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രനും ഇസ്ലാമിന്റെ സിംഹമായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിന്റെ വഴിയിൽ രക്തസാക്ഷിയായി വീണു. അവന്റെ രക്തം വീണ മണ്ണ് പിന്നീട് പുണ്യമണ്ണായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി കണ്ണീരോടെ പറഞ്ഞു, എന്റെ സഹോദരന്മാർ ഇവരാണ്, അവർ അള്ളാഹുവിനായി ജീവൻ അർപ്പിച്ചു. കാലം കടന്നുപോയി, എന്നാൽ ആ മണ്ണ് ഇന്നും അതേപോലെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അവിടെയായി പിന്നീട് പണിത പള്ളിയാണ് ഇന്ന് നമ്മൾ കാണുന്ന മസ്ജിദ് സയ്യിദ് അഷ്ഹുദ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ മദീന സന്ദർശിക്കുമ്പോൾ ഈ മസ്ജിദിലെത്തി ആ ശുഹദാക്കളുടെ ഖബറിൽ നിന്ന് തല കുനിച്ച് പ്രാർത്ഥിക്കാറുണ്ട്.